അങ്ങനെ അയോധ്യയിലേക്ക് ഈ ക്ഷേത്രത്തിലേക്കാണ് അയോധ്യ എന്ന ചെറിയ ഗ്രാമം ഒരു വലിയ പട്ടണമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺഷിപ്പായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ ഗ്രാമത്തിന്റെ വഴികളെല്ലാം അയോധ്യ ക്ഷേത്രത്തിലേക്കാണ്. ഇന്നു മുതൽ നമുക്കറിയാം ഇവിടേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല. 23 മുതലാണ് ഇനി ആളുകൾ കൂടുതലായി പ്രവേശനത്തിലേക്ക് വരിക. കഹാസേ? मैंगलोर। यस सर। नहीं अंदर जाने का है। आज नहीं जाएगा अंदर? आज से मना है। पता करते हैं। करेगा आप? करेंगे सर, भगवान का कृपा है। मैंगलोर से आए, फूल सब लेकर आए हैं, जाता है। इसके बाद इधर होगा? हाँ, 22 के बाद हम इधर ही है। यस सर, धन्यवाद. അങ്ങനെ ഇവ ബാംഗ്ലൂരിൽ നിന്ന് വന്നവരൊക്കെയാണ്. അവരൊക്കെ ഭഗവാനെ കാണാനായുള്ള ഒരു പ്രതീക്ഷയിൽ വന്നവരാണ്. പക്ഷേ 21 മുതൽ ഇന്നു മുതൽ ദർശനമില്ല എന്ന് അറിഞ്ഞ് അത് 23 വരെ ഇവിടെ നിന്ന് കണ്ടു മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ ഉണ്ട്. അങ്ങനെ അയോധ്യയുടെ ഒരു മുഖഛായ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ തോതിൽ മാറുന്ന ഒരു സാഹചര്യം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം. ഒരു വലിയ ടൗൺഷിപ്പ്, ആ വാർത്തയിൽ പറഞ്ഞ പോലെ ഒരു വലിയ ടൗൺഷിപ്പായി അയോധ്യ മാറുന്നു. ഒരു വലിയ തീർത്ഥാടന നഗരമായി അയോധ്യ മാറുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അതനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. അത് സർക്കാരും രാജ്യത്തെ പല പ്രധാന സ്വകാര്യ സംരംഭകരും ചേർന്നുള്ള വിവിധ പ്രോജക്റ്റുകൾക്ക് ഇവിടെ തുടക്കം കുറിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്നു മുതൽ വലിയ കടുത്ത നിയന്ത്രണങ്ങൾ അയോധ്യയിലുണ്ട്. ഇതിനപ്പുറത്തേക്ക് ആളുകളെ കയറ്റി വിടില്ല എന്നുള്ളതാണ്. आज से मना है अंदर दर्शन? जी आज से एंट्री मना है जी। 23 को ये सब जा सके, मतलब वीआईपी तो जाएंगे 22 तारीख के बाद में, 23 से जाएंगे लोग। वीआईपी एंट्रेंस नहीं, जब जिनको पास है अवेलेबल है, बाकी मैम है हमारी सीनियर। आज मना है। बहुत स्ट्रिक्ट होगा आज से? जी स्ट्रिक्ट होगा अंदर कोई नहीं, पब्लिक नहीं जा सकती आज। हम लोग को यही इंस्ट्रक्शन है। जी सर. പോലീസൊക്കെ വലിയ കനത്ത സുരക്ഷയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊന്ന് പോണം. കാരണം ഇന്നലെ വലിയ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച അയോധ്യ കൂടി പ്രേക്ഷകരെ ഒന്ന് കാണിക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് പൂമാലകൾ കൊണ്ട് അലങ്കരിച്ച അയോധ്യയുടെ മുഖമാണ്. ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വരെ ഇത്ര വലിയ തോതിലുള്ള വലിയ നീളമുള്ള പൂമാലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അയോധ്യ നഗരമൊട്ടാകെ വർണ്ണാഭമാണ്. ദീപപ്രഭയിൽ കിടക്കുന്ന അയോധ്യ നമ്മൾ കണ്ടു. ഒപ്പം ഈ ക്ഷേത്രവും പരിസരവും ഒക്കെ വലിയ തോതിൽ ഇത്തരത്തിൽ അലങ്കരിച്ചു കഴിഞ്ഞു. തൊട്ടിപ്പുറത്ത് കാണുന്ന ദൃശ്യങ്ങൾ ഇന്നലെ വന്ന പുതിയ ഈ റിക്ഷകൾ പോലെയുള്ള സംവിധാനങ്ങളാണ്. നമ്മുടെ ഈ ആളുകളെ VIP-കൾ വന്നാലും ഈ നടക്കാൻ സാധിക്കാത്ത ആളുകൾ വന്നാലും ഒക്കെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ. ഇതുപോലത്തെ ഇപ്പോൾ 5 എണ്ണം നമുക്കിവിടെ കാണാം. ഇനിയും നിരവധി ഇത്തരം വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ളതാണ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള പൂർണ്ണമായും മുഖച്ഛായ മാറ്റിയുള്ള അയോധ്യയാകും ഇനി 22-ന് ശേഷം സംഭവിക്കുക എന്നുള്ളതാണ്. VIP ഗസ്റ്റുകളായി ഇവിടെ എത്തിച്ചേരുന്നത് അന്ന് ആനന്ദിബെൻ പട്ടേൽ UP-യുടെ ഗവർണർ ഉണ്ടാകും, യോഗി ആദിത്യനാഥ് UP-യുടെ പ്രധാനമന്ത്രി ഉണ്ടാകും, ഒപ്പം ഇവിടുത്തെ RSന്റെ സർവ്വസംഘചാലക മോഹൻ ഭാഗവത് ഉണ്ടാകും, ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അങ്ങനെ 4 പേർ, ഒപ്പം ഇവിടുത്തെ ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റ്, മുഖ്യ പുരോഹിതൻ, അങ്ങനെ 6 പേർ മാത്രമാണ് ഈ പ്രാൺ പ്രതിഷ്ഠാ സമയത്ത് ഇവിടെ ഉണ്ടാവുക, ഈ ശ്രീകോവിലിൽ ഉണ്ടാവുക. മറ്റേ 7000-ഓളം അതിഥികൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം മുതൽ പൂജാ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. 16 മുതൽ തന്നെ ആരംഭിച്ചു. ഇന്നലെയും മിനിഞ്ഞാന്നുമായി വളരെ പ്രധാനപ്പെട്ട പൂജാ ചടങ്ങ് നടന്നത് അത് ഈ ശ്രീകോവിലിൽ രാമലല്ലയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ചടങ്ങുകളാണ്. അത് ഇന്നുകൊണ്ട് പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വാസ്തുപരമായി ഓരോ തരത്തിലുള്ള ചടങ്ങുകളുമുണ്ട്. അത് 121ഓളം മുനിമാർ, സ്വാമിമാരാണ് നേതൃത്വം നൽകുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും മറ്റും ചെയ്യുന്നത്. അത് അതിവിശിഷ്ടമായ ചടങ്ങാണ്. സരയൂ തീരത്തും ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും അതിന്റെ പൂർണ്ണ അർത്ഥത്തിലും പൂർണ്ണ തയ്യാറെടുപ്പിലുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തി, VIPs ഒക്കെ ഇവിടെ എത്തുകയും യോഗിക്കൊപ്പമെത്തി അന്തിമവട്ട വിലയിരുത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും മറ്റും ചെയ്തിരുന്നു. വലിയ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ അയോധ്യയിലുടനീളം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സേനയുടെ വലിയ സാന്നിധ്യം അയോധ്യയിലുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കേന്ദ്ര സേനയുടെ സൈബർ സെല്ലുകൾ അടക്കം, സൈബർ വിങ് അടക്കമുള്ള ആളുകൾ ഇവിടെ നേരത്തെ ഇന്നലെ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു. വ്യാജ പ്രചരണങ്ങളിൽ ആരും വീഴരുത്, VIP പാസുകൾ ഇഷ്യൂ ചെയ്യുന്നില്ല, ഓൺലൈൻ വഴി പ്രസാദം വിതരണം ചെയ്യുമെന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങളുണ്ട്, അതിൽ നിന്നും ആരും വീഴരുത്. അങ്ങനെ ഉള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പൂർണ്ണമായും
സൈബർ ആക്രമണങ്ങൾ, സൈബർ വിദ്വേഷ പ്രചാരണങ്ങൾ അടക്കം നിയന്ത്രിക്കത്തക്ക വിധത്തിലുള്ള നിരവധിയായ കാര്യങ്ങൾ കേന്ദ്രസേന ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും വളരെ കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ അയോധ്യയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. നാളെ ആണ് ഈ ചടങ്ങിന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ എത്തിച്ചേരുക എന്നുള്ളതും നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അടുത്ത ദിവസം 22 നടക്കുന്ന ചടങ്ങ് അത് പ്രൗഢഗംഭീരമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഈ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഒപ്പം UP സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. നാളെ പ്രധാനമന്ത്രി അടക്കം ഇങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ ഇന്നു മുതൽ തന്നെ അയോധ്യ വലിയ സുരക്ഷയിലാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ഒരുപാട് ആളുകൾ ഇതറിയാതെ വരുന്ന നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ പലരും സംസാരിക്കുന്നത് ഇവർ ഈ നിയന്ത്രണങ്ങൾ അറിയാതെ വരുന്നവരാണ്. എന്നിട്ട് ദർശനം കിട്ടാതെ തിരിച്ചു പോകുന്നില്ല, അവർ ഇവിടെ തന്നെ താമസിക്കും എന്നുള്ളതാണ്. मनुज शरीरा क्षत्रिय रूप फिर वन वीरा राम सिया राम जय जय राम जैस काम नर सुनहि जगावे सुख संपत्ति नाना विधि पावे राम सिया राम जय जय राम हो राम कथा सुंदर करतारी संशय बिहग उड़ावनिहारी राम सिया राम जय जय राम ओ मांगी नावन के वटवाना कही तुम्हार मरम हम जाना राम सिया राम जय जय राम। तुलसीदास जी कितना बढ़िया लिख गए हैं कि राम का नाम जमुहाई में भी लेंगे। अरे मेरे भाई सिंधे साहब महाराष्ट्र से, ओ राम नाम लई जे जमुहाही तिनहि न पाप पुंज समुहाही राम सिया राम जय जय राम ओ सिया राम मैं सब जग जानी करहूं प्रणाम जोरी जुग पानी। അയോധ്യ ആകെ ഭക്തി സാന്ദ്രമാണ്. അയോധ്യയുടെ ഓരോ വീഥികളും ഭക്തിമയമാണ്. നിരവധി ആളുകൾ ഈ ഇന്നും നാളെയും മറ്റന്നാളും പ്രവേശനം പൊതുജനങ്ങൾക്കില്ല എങ്കിൽ പോലും ഇവിടേക്ക് എത്തും. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന സ്ഥലം വരെ അതിന് തൊട്ട് മുൻവരെ നിൽക്കും. ഇവിടെ ഇത്തരം ഭജനകൾ പാടി പുറത്തേക്ക് പോകും എന്നുള്ളതാണ്. അങ്ങനെ അനവധി ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തുന്നു. കുറെ കഴിയുമ്പോൾ ഈ ക്രൗഡിന്റെ ഒരു വ്യത്യാസമുണ്ടാകും. അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്നവർ ഒരുപക്ഷെ വൈകുന്നേരം വരെ ഇവിടെ നിന്ന് ഇത്തരം ശ്രീരാം ഭജനകൾ പാടിയാകും മടങ്ങിപ്പോവുക. അങ്ങനെ അയോധ്യയിൽ എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലാണ്. പൂർത്തിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ വളരെ ദ്രുതഗതിയിൽ പൂർത്തിയാക്കുന്നു. അയോധ്യ മുഴുവൻ ഭക്തിമയമാണ്. പൂമാലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ക്ഷേത്രവും പരിസരവും. ഇവിടുന്ന് ശ്രീരാം പഥ് വരെയുള്ള വീഥികളൊക്കെ ആഘോഷമയമാണ്. അങ്ങനെ അയോധ്യയിൽ വലിയ സംഭവബഹുലമായ കാര്യങ്ങൾക്കാണ് ഇനി 2 ദിവസം ഇന്ന് കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. രാജ്യം മുഴുവൻ കാത്തിരുന്ന പ്രാൺ പ്രതിഷ്ഠയ്ക്കായി. അയോധ്യ വാർത്തകൾ തുടരും. രഞ്ജിത്ത് രാമേന്ദ്രനും ഒപ്പം പ്രശാന്ത് മംഗലശ്ശേരിയും ഇവിടെ ഉണ്ടാകും. അയോധ്യയിലെ ഓരോ വികാരവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തൽക്കാലം ബാക്ക് ടു സ്റ്റുഡിയോ.